സങ്കീർത്തനങ്ങൾ 94 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ, എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. കർത്താവെ, ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും? എത്ര നാൾ അഹങ്കരിക്കും? അവർ ഗർവിഷ്ഠമായി വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വൻപ് പറയുന്നു. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരുക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദേശിയെയും വധിക്കുന്നു, അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിഡ്ഢികളെ അറിഞ്ഞുകൊള്ളുവിൻ, ഭോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും. ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ? കണ്ണ് നൽകിയവൻ കാണുന്നില്ലെന്നോ? ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്നോ? അറിവ് പകരുന്നവന് അറിവില്ലെന്നോ? കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവരൊരു ശ്വാസം മാത്രം. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നവരെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരെ എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? കർത്താവിനെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയുടെ സഖ്യം ചെയ്യാൻ കഴിയുമോ? നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു, നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. സങ്കീർത്തനങ്ങൾ 95 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധ തലങ്ങളിൽ അവിടുത്തെ കയ്യിലാണ്. പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്, സമുദ്രം അവിടുത്തേതാണ്. അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീഭായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണ്, എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു.